Hello friends, welcome to my channel. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലോങ് ചാപ്റ്റർ മുഴുവനും ആശയങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞു, അതിന്റെ ആമുഖം ഒക്കെ കേട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയിൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ സെറ്റ് ഗിസ്റ്റിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. എന്റെ പ്ലേലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതല്ല. സോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്ത് ഒരു 2 സെന്റൻസ് മതിയാവും, 1 or 2 സെന്റൻസിൽ എഴുതിയാൽ മതിയാവും 2 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് വർക്ക് ഇസ് ദ എക്സ്ട്രാക്ട് കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് ടേക്കൺ? കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന ഈ പാഠഭാഗം ഏത് പുസ്തകത്തിൽ നിന്നും എടുത്തതാണ്? ആൻസർ, ഹോമോ സാപ്പിയൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂസ് നോവൽ ഇസ് ദ ബ്രേവ് ന്യൂ വേൾഡ്? ദ ബ്രേവ് ന്യൂ വേൾഡ് ആരുടെ നോവലാണ്? ആൻസർ, ആൽഡസ് ഹക്സ്ലി. തേർഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഓഥർ ഓഫ് 1984? 1984 ആരുടെ കൃതിയാണ്? ജോർജ് ഓർവെൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, റോബസ്പിയർ ആൻഡ് നെപ്പോളിയൻ came to power after which revolution? ഏത് വിപ്ലവത്തിന് ശേഷമാണ് റോബസ്പിയറും നെപ്പോളിയനും അധികാരത്തിൽ വന്നത്? ആൻസർ, ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ഡാനിയൽ കഹ്നെമാൻ വിൻ ദ നൊബേൽ പ്രൈസ്? ഏത് വിഷയത്തിലാണ് ഡാനിയൽ കഹ്നെമാനിന് നൊബേൽ പ്രൈസ് കിട്ടിയത്? ആൻസർ, എക്കണോമിക്സ്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് ആമുഖത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആമുഖം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ആമുഖത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2 or 3 സെന്റൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെത്തഡോളജി ഫോളോഡ് ബൈ ഹറാരി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് എക്സ്ട്രാക്ട്? ഈ പാഠഭാഗത്തിൽ ഏത് മെത്തഡോളജിയാണ് ഹരാരി ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ, he has used the methodology of argument. He argues against the traditional spiritual perception regarding happiness. Methodology of argument ആണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. സന്തോഷത്തെ പറ്റിയുള്ള പരമ്പരാഗതമായ ആത്മീയ കാഴ്ചപ്പാടിന് എതിരായി അദ്ദേഹം വാഗ്മുഖങ്ങൾ ഉയർത്തുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹറാരിസ് ഒബ്സർവേഷൻ ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്? മനുഷ്യന്റെ സന്തോഷത്തെ പറ്റിയുള്ള ഹരാരിയുടെ നിരീക്ഷണം എന്താണ്? Answer, his observation is that human happiness is the result of chemical processes taking place in the human brain. ഹരാരിയുടെ നിരീക്ഷണത്തിൽ സന്തോഷം എന്നത് തലച്ചോറിൽ ഉണ്ടാകുന്ന ചില രാസപ്രക്രിയകളുടെ ഫലമാണ്. Third question, why does a person who has just won a lottery jump with joy? ഒരു ലോട്ടറി അടിച്ച മനുഷ്യൻ എന്തുകൊണ്ടാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത്? Answer, a person who has just won a lottery jumps with the joy because he is reacting to various hormones coursing through his bloodstream and to the storm of electric signals flashing between different parts of the brain. അവന്റെ ശരീരത്തിലെ ചോരയിൽ കൂടി പായുന്ന വിവിധ തരം ഹോർമോണുകളുടെ പ്രതികരണവും തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നലുകളുടെ കൊടുങ്കാറ്റുമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. Fourth question, what is Harari's reaction to the statement that married people are happier on average than singles? സാധാരണയായി വിവാഹം കഴിച്ചവർ വിവാഹം കഴിക്കാത്തവരേക്കാൾ സന്തോഷമുള്ളവരാണെന്ന പ്രസ്താവനയോട് ഹരാരിയുടെ പ്രതികരണം എന്താണ്? Answer, he thinks happiness produces marriage and not the other way around. The serotonin, dopamine and oxytocin bring about and maintain a marriage. People who are born with cheerful biochemistry are generally happy and content. Such people are more attractive spouses. They are less likely to divorce. It is far easier to live with a happy and content spouse than with a depressed and dissatisfied one. അദ്ദേഹം പറയുന്നത് സന്തോഷമാണ് വിവാഹത്തിൽ കലാശിക്കുന്നത്, അല്ലാതെ തിരിച്ചല്ല എന്നാണ്. സെറോട്ടോണിൻ, ഡോപാമിൻ, ഓക്സിറ്റോസിൻ എന്നിവ വിവാഹത്തിന് കാരണമാകുകയും അതിൽ തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സന്തുഷ്ടമായ ബയോകെമിസ്ട്രിയോട് കൂടി ജനിച്ചവർ പൊതുവെ സംതൃപ്തിയും സന്തോഷവും ഉള്ളവരായിരിക്കും. അവർ നല്ല ജീവിത പങ്കാളികളായിരിക്കും. അവർ വിവാഹമോചനത്തിന് ശ്രമിക്കുകയില്ല. സന്തോഷവും സംതൃപ്തിയും ഉള്ള പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതാണ് അതൊന്നുമില്ലാത്ത പങ്കാളികളോട് കൂടി ജീവിക്കുന്നതിലും ഉത്തമം.
Fifth question. How does Prozac lift people out of depression? Prozac എങ്ങനെയാണ് ആൾക്കാരെ വിഷമസന്ധിയിൽ നിന്നും ഉയർത്തുന്നത്? Prozac is fluoxetine, an antidepressant prescribed for people who are suffering from anxiety, depression or panic. It raises their serotonin levels. ആകാംക്ഷ, ഡിപ്രഷൻ, ഭയം എന്നിവയിൽ നിന്നും മോചനം നേടാൻ ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ് പ്രോസാക്. പ്രോസാക് എന്നാൽ ഫ്ലുവോസെറ്റൈൽ ആണ്. അതൊരു ആന്റി ഡിപ്രസന്റ് ആണ്. Sixth question. What all according to Harari does lasting happiness come from? ഹരാരിയുടെ അഭിപ്രായത്തിൽ നിലനിൽക്കുന്ന സന്തോഷം എന്തിൽ നിന്നൊക്കെയാണ് വരുന്നത്? Lasting happiness comes from seeing one's life in its entirety as meaningful and worthwhile. It also comes from manipulating the biochemical system of people by increasing their serotonin, dopamine and oxytocin levels. തന്റെ ജീവിതം അർത്ഥവത്തായതും ഫലപ്രദമായതും ആണെന്ന് കാണുമ്പോഴാണ് നിലനിൽക്കുന്ന സന്തോഷം ഒരാൾക്ക് വരുന്നത്. ബയോകെമിക്കൽ സിസ്റ്റം ക്രമീകരിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള സന്തോഷം വരുത്താം. അതിനായി അയാളുടെ സെറോട്ടോണിൻ, ഡോപാമിൻ, ഓക്സിറ്റോസിൻ എന്നിവയുടെ ലെവൽ ഉയർത്തണം. Seventh question. What according to Harari is Huxley's prescription of happiness? ഹരാരിയുടെ കാഴ്ചപ്പാടിൽ ഹക്സ്ലിയുടെ സന്തോഷത്തെ പറ്റിയുള്ള ചിന്ത എന്താണ്? Answer. Huxley thought that happiness is the supreme value and psychiatric drugs replace police and the ballots as the foundation of politics. Each day, each person takes a dose of Soma, a synthetic drug, which makes people happy without harming their productivity and efficiency. ഹക്സ്ലി ചിന്തിക്കുന്നത് സന്തോഷമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നാണ്. ഭാവിയിൽ സൈക്കാട്രിക് ഡ്രഗുകൾ പോലീസിനും ബാലറ്റിനും പകരം രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലകളാകും. എല്ലാ ദിവസവും ഓരോ മനുഷ്യനും ഒരു ഡോസ് സോമ എടുക്കുക. സോമ ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ്. അവരുടെ കഴിവുകളും ഉൽപാദനക്ഷമതയും കുറയ്ക്കാതെ തന്നെ അത് അവരെ സന്തോഷിപ്പിക്കും. Eighth question. What lesson does Harari prove by comparing a medieval peasant to a modern Persian banker? ഒരു മധ്യകാല കർഷകനെയും ആധുനിക പാരീസിലെ ബാങ്കറെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഹരാരി എന്ത് പാഠമാണ് നൽകുന്നത്? എനിക്ക് തോന്നുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന്. ഈ കമ്പാരിസൺ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കാം. ഓക്കെ, ആൻസർ നോക്കാം. The lesson Harari gives is that happiness is not the result of where we live or how much money we have or what position we hold. The peasant lived in an unheated hut near the pigsty. The banker goes home to a penthouse with all the latest technological gadgets. When the peasant completes his hut, he gets the same happiness as the banker when he pays his last installment on his penthouse. The banker is not one iota happier than the peasant. അദ്ദേഹം നൽകുന്ന പാഠം നമ്മൾ എവിടെ താമസിക്കുന്നു എന്നോ നമ്മൾക്ക് എത്രമാത്രം പണം ഉണ്ടെന്നോ നമ്മൾ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് എന്നതിനെ ഒന്നും അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ സന്തോഷം നിലകൊള്ളുന്നത് എന്നാണ്. കർഷകൻ താമസിച്ചിരുന്നത് പന്നിക്കൂടിനടുത്തുള്ള ഒരു മൺകുടിലാണ്. ബാങ്കർ താമസിക്കുന്നത് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു മണിമാളികയിലാണ്. എന്നാലും തന്റെ കുടിൽ പണിത് തീരുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം മാത്രമേ ബാങ്കറിന് അവസാന ഇൻസ്റ്റാൾമെന്റും കൊടുത്ത് മണിമാളിക സ്വന്തമാക്കുമ്പോൾ കിട്ടുന്നത്. ബാങ്കറിന് കിട്ടുന്ന സന്തോഷം കർഷകനുള്ള സന്തോഷത്തെക്കാൾ ഒരു കണിക പോലും കൂടുതലല്ല. Ninth question. What are Harari's observation about the French Revolution? ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ഹരാരിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? Answer. The revolutionaries killed the king, gave lands to the peasants, declared the rights of man, abolished noble privileges and waged wars against the whole Europe. But nothing of this changed the French biochemistry. Those who were happy before the revolution were happy after that also. വിപ്ലവകാരികൾ രാജാവിനെ കൊന്നു, കർഷകർക്ക് ഭൂമി കൊടുത്തു, പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞു, മുഴുവൻ യൂറോപ്പിനെതിരായി യുദ്ധം ചെയ്തു. പക്ഷെ ഇതൊന്നും തന്നെ ഫ്രഞ്ച് ബയോകെമിസ്ട്രിയെ മാറ്റിയില്ല. വിപ്ലവത്തിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നവർ വിപ്ലവം കഴിഞ്ഞും സന്തോഷിച്ചു. 10th question.
What does Aldous Huxley speak of happiness in Brave New World? ആൽഡസ് ഹക്സ്ലെയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്ന പുസ്തകത്തിൽ സന്തോഷത്തെ പറ്റി എന്താണ് പറയുന്നത്? ആൻസർ: Huxley thought that happiness is the supreme value and psychiatric drugs replace police and the ballot as the foundation of politics. Each day, each person takes a dose of Soma, a synthetic drug, which makes people happy without harming their productivity and efficiency. The world state that governs the entire globe is never threatened by wars, revolutions, strikes, or demonstrations, and people are happy with their current conditions, whatever they may be. ഹക്സ്ലി ചിന്തിച്ചത് സന്തോഷമാണ് ഏറ്റവും വിലയുള്ളത് എന്നാണ്. ഭാവിയിൽ സൈക്കാട്രിക് ഡ്രഗുകൾ പോലീസിനും ബാലറ്റിനും പകരമായി രാഷ്ട്രീയത്തിന്റെ അടിത്തറയാകും. എല്ലാവരും ഓരോ ദിവസവും ഒരു സിന്തറ്റിക് ഡ്രഗായ സോമ ഒരു ഡോസ് കഴിക്കുക. അവരുടെ കഴിവും ഉൽപാദനക്ഷമതയും കുറയാതെ തന്നെ അത് അവരെ സന്തുഷ്ടരാക്കും. ലോക ഗവൺമെന്റ് നിലവിൽ വരും. അപ്പോൾ യുദ്ധമോ വിപ്ലവമോ പണിമുടക്കോ സമരമോ ഒന്നും ഉണ്ടാകില്ല. ജനങ്ങൾ അവരുടെ അവസ്ഥയിൽ സന്തുഷ്ടരായിരിക്കും. 11th question. What is the paradox about happiness that Daniel Kahneman explains? ഡാനിയൽ കഹ്നെമാൻ വിശദീകരിക്കുന്ന സന്തോഷത്തെ പറ്റിയുള്ള വിരോധാഭാസം എന്താണ്? Kahneman found that when counting moments of joy and moments of drudgery, bringing up a child turns out to be an unpleasant affair. It consists largely of changing nappiers, washing dishes, and dealing with temper tantrums. Yet most parents declare that their children are their chief source of happiness. അദ്ദേഹം കണ്ടത് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ മാതാപിതാക്കന്മാരുടെ സന്തോഷ നിമിഷങ്ങളും ബോറടിക്കുന്ന നിമിഷങ്ങളും എണ്ണിയാൽ അതൊരു അസുഖകരമായ ജോലിയാണെന്നാണ്. നാപ്പി മാറ്റലും പാത്രങ്ങൾ കഴുകലും കുട്ടികളുടെ ദേഷ്യവും മറ്റ് അനിഷ്ടങ്ങളും മാനേജ് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ജോലിയിൽ കൂടുതലായി ചെയ്യുന്നത്. എന്നിരുന്നാലും മിക്കവാറും മാതാപിതാക്കൾ പറയുന്നത് അവരുടെ മക്കളാണ് അവരുടെ സന്തോഷത്തിന്റെ പ്രധാന ഉറവിടം എന്നാണ്. 12th question. What is it said that any meaning that people ascribe to their lives is just a delusion? ആൾക്കാർ തങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കാണുന്നത് വെറും ഒരു മിഥ്യയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: From a purely scientific viewpoint, human life has absolutely no meaning. Humans are the outcome of blind evolutionary processes that operate without goal or purpose. Our actions are not part of some divine cosmic plan. Even if the earth is blown up, the universe will keep going as usual. The scientist says his life is meaningful because he increases the store of knowledge. The soldier says his life is meaningful because the fights for the homeland. The entrepreneur says his life is meaningful because he is building a new company. All these people are as delusional as the medieval people who found meaning in reading scriptures, going on a crusade, or building a new cathedral. ശുദ്ധമായ ശാസ്ത്രത്തിൽ കൂടി ചിന്തിച്ചാൽ മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. മനുഷ്യർ അന്ധമായ പരിണാമ പ്രക്രിയകളുടെ ഒരു ഫലം മാത്രമാണ്. ഈ പ്രക്രിയകൾക്ക് ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ എന്തെങ്കിലും ദൈവികമായ പ്രപഞ്ച പ്ലാനിന്റെ ഭാഗമൊന്നുമല്ല. ഈ ഭൂമി പൊട്ടിത്തെറിച്ചു പോയാലും പ്രപഞ്ചം ഇതുപോലെ തന്നെ പുരോഗമിക്കും. ശാസ്ത്രജ്ഞൻ പറയും അവന്റെ ജീവിതം അർത്ഥവത്താണെന്ന്, കാരണം അവൻ അറിവിന്റെ കലവറ വർദ്ധിപ്പിക്കുന്നു എന്ന്. ഒരു പട്ടാളക്കാരൻ പറയും അവന്റെ ജീവിതം അർത്ഥവത്താണെന്ന്, കാരണം അവൻ മാതൃരാജ്യം സംരക്ഷിക്കുന്നു എന്ന്. ഒരു സംരംഭകൻ പറയും അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്, കാരണം അവൻ ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു എന്ന്. ഇവരെല്ലാവരും പഴയ മധ്യകാലഘട്ടത്തിലെ ജനങ്ങളെ പോലെ മിഥ്യയിലാണ് കഴിയുന്നത്. അന്നത്തെ ജനങ്ങൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടത് വേദപുസ്തക പാരായണത്തിലും കുരിശുയുദ്ധത്തിന് പോകുന്നതിലും പുതിയ കത്തീഡ്രൽ നിർമ്മിക്കുന്നതിലുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ സെറ്റ് ഗിസ്റ്റിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ മലയാള സംഗ്രഹവും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എക്സാം ഒക്കെ അടുത്തിരിക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉടൻ തന്നെ BA BSc സെക്കൻഡ് സെമസ്റ്റർ മലയാളത്തിന്റെ മലയാള പാഠഭാഗത്തിന്റെ വിശദീകരണങ്ങളും അതിന്റെ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.